ഇത്തവണ മൺസൂൺ നമുക്കറിയാവുന്നതുപോലെ നേരത്തെ തുടങ്ങി. ജൂൺ ആകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ആ ഒന്നാം ഘട്ടം അത് പൂർത്തിയായി. വലിയ നാശനഷ്ടമാണ് അന്നുണ്ടായത്. ആ സമയത്ത് നമ്മൾ ചർച്ച നടത്തിയതാണ്. പിന്നീട് ഒരു ചെറിയ ഇടവേള ഉണ്ടാകും, വീണ്ടും മഴ ഇതുപോലെ ശക്തമായി പെയ്യും. പക്ഷേ അന്നുണ്ടായ അത്രയും തീവ്രതയിലായിരിക്കില്ല എന്ന് അന്ന് കാലാവസ്ഥാ വിദഗ്ധർ അല്ലെങ്കിൽ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഈ നാശനഷ്ടത്തിൻ്റെ തോത് നോക്കുകയാണെങ്കിൽ വ്യാപകമായ നാശനഷ്ടം ഈ ഒന്നാം ഘട്ടത്തിലും, നമ്മളിപ്പോൾ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം അങ്ങനെ പേരിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും അതങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കനത്ത കാറ്റ് എന്നുള്ളത് ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഓരോ വർഷവും മൺസൂൺ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ടോ? അതെന്തുകൊണ്ടാണ്? ഒരാശങ്കയുണ്ടാക്കുന്ന കാര്യമാണോ? അതിൽ കൂടുതൽ പഠനങ്ങളൊക്കെ ആവശ്യം ഉണ്ടോ? ഡോക്ടർ എ രാജഗോപാൽ കമ്മത്ത്. ഇപ്രാവശ്യത്തെ ഒരു മൺസൂണിന്റെ പ്രത്യേകത എന്തെന്നാൽ ഞാൻ കഴിഞ്ഞ വർഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. കഴിഞ്ഞ കൊല്ലം നമ്മുടെ വേനൽക്കാലം അതിഭീകരമായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു, നമുക്ക് എല്ലാം അനുഭവപ്പെട്ടു. അപ്പോ ആ സമയത്ത് സൂര്യന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് സോളാർ മാക്സിമം എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. അതായത് സൂര്യൻ തീവ്രമാകുന്ന അവസ്ഥ. ഓരോ 11 വർഷത്തെ ചാക്രികമായ കാലയളവിൽ അത് സോളാർ മാക്സിമത്തിലേക്കും സോളാർ മിനിമത്തിലേക്കും പോകും. അപ്പൊ സോളാർ മാക്സിമത്തിന്റെ പാരമ്യത്തിലായിരുന്നു കഴിഞ്ഞ കൊല്ലം നമ്മൾ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിച്ചത്. മഴയും നമുക്ക് കുറവായിരുന്നു. അത് നവംബറോടുകൂടി ആ പാരമ്യം കുറയുകയും സോളാർ മാക്സിമത്തിലേക്കുള്ള യാത്ര സൂര്യൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ ശ്രദ്ധിക്കണം, ഇന്ത്യ മഹാസമുദ്രത്തിന്റെയും സദേൺ ഇന്ത്യൻ ഓഷ്യന്റെയും താപനില എന്ന് പറയുന്നത് 34 ഡിഗ്രി ആയിരുന്നു. ആ സമയത്ത് അന്റാർട്ടിക്കയുടെ ഐസ് പാളികളൊക്കെ ധാരാളമായിട്ട് മെൽറ്റായിട്ട് അവിടെ ആ ധ്രുവപ്രദേശത്തെ ഈ ഐസിന്റെ കനം കുറഞ്ഞിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ ഈ കൊല്ലം ഇത്രയും ചൂട് വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണുപ്പ് ഓഷ്യനിലെത്തുകയും ഓഷ്യന്റെ താപനില കുറയുകയും ചെയ്തു. ഇപ്പോഴത്തെ ഇന്ത്യ മഹാസമുദ്രത്തിന്റെ താപനില എന്ന് പറയുന്നത് 31 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ്. 30-31, അതായത് 4 ഡിഗ്രിയോളം കുറഞ്ഞു. ഇതേ സമയം തന്നെ കഴിഞ്ഞ കൊല്ലത്തെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അറബിക്കടലിന്റെ താപനില 31 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇപ്പോൾ അത് 29 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുണ്ട്. കേരള ലാൻഡ് മാസിന്റെ താപനിലയും ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കടലും കരയും തമ്മിലുള്ള താപനിലയിൽ ഏകദേശം 5 മുതൽ 6 ഡിഗ്രി വരെ വ്യത്യാസം വന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ എപ്പോഴും കടലിന്റെയും കരയുടെയും താപനില ഏകദേശം തുല്യമാണ് എന്നൊക്കെയാണ്, രാത്രികാല താപനില കൂടുന്നു എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കരയുടെ താപനില കടലിനേക്കാൾ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം അനുഭവിച്ച കാറ്റ്, വർദ്ധിച്ച തോതിലുള്ള കാറ്റ് നമ്മൾ അനുഭവിച്ചത്. ഈ വർദ്ധിച്ച തോതിലുള്ള കാറ്റാണ് ഈ തീരദേശ മേഖലകളിലെ നഗരങ്ങളിൽ ഈ മഴ കേന്ദ്രീകരിക്കാതെ മലമ്പ്രദേശങ്ങളിലേക്ക് ഇതിനെ കൊണ്ടുപോയത്. അതായത് ഇടുക്കിയും പത്തനംതിട്ടയും വയനാടും ഒക്കെ നല്ല മഴ പെയ്തതായിട്ട് അറിയാമല്ലോ. ഇടുക്കിയും പത്തനംതിട്ടയും കോട്ടയം ജില്ലയുടെ മലമ്പ്രദേശങ്ങളിലും മഴ പെയ്തിട്ടാണ് കുട്ടനാട്ടിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായത് കഴിഞ്ഞ സ്പെല്ലിൽ. അപ്പോൾ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 2 ദിവസവും നല്ല കാറ്റുണ്ടായിരുന്നു. ആ കാറ്റാണ് ഈ മഴയെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യിച്ചുകൊണ്ട് പോയത്. പക്ഷെ കാറ്റിന് നമ്മൾ ഉദ്ദേശിച്ചത്ര ശക്തി ഇല്ലായിരുന്നു. കഴിഞ്ഞ സ്പെല്ലിനെ പോലുള്ള ശക്തി ഈ തവണത്തെ കാറ്റിനില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ തീരദേശ മേഖലകളിൽ ഇത് കേന്ദ്രീകരിച്ചത്. ഇനി അടുത്തുള്ള ദിവസങ്ങളിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കാറ്റിന്റെ വേഗത കുറവായിരിക്കും. അത് ഇങ്ങനെ ചാക്രികമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. 21-ാം തീയതി കഴിഞ്ഞതിന് 21, 22-ാം തീയതി കഴിഞ്ഞതിന് ശേഷമേ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ 14, 15 തീയതികളിൽ, ഇന്ന് 15 തീയതികളിൽ പെയ്ത ആ ഒരു മഴയുടെ അവസാനമായി, ആ സ്പെല്ലിന്റെ ഏകദേശം അന്ത്യം അടുക്കാറായി. അപ്പോൾ ഇന്ന് രാത്രി കഴിയുമ്പോഴത്തേക്കും മഴയിൽ നല്ല ഗണ്യമായ കുറവുണ്ടാകും. അത് ഒരു ഷോർട്ട് ടേമിന് മാത്രമേ ഉള്ളൂ, കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. വടക്കൻ ജില്ലകളിൽ കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെയുള്ള പ്രദേശങ്ങളിലെ തീരദേശങ്ങളിൽ മഴ പെയ്യും. പക്ഷെ ഇന്നത്തേതിന്റെ ഇതും കുറവായിരിക്കും. ചില സ്ഥലങ്ങളിൽ പകുതിയാകും. നമ്മുടെ തെക്കൻ ജില്ലകളിൽ മഴ ഏകദേശം 25% അടുത്ത ഒരു 3-4 ദിവസത്തേക്ക്. അത് കഴിഞ്ഞാൽ അല്പം വർധനവ് 23-ാം തീയതി ആകുന്നതോടെ തെക്കൻ ജില്ലകളിലും പതുങ്ങിയ വർദ്ധിച്ചു തുടങ്ങും, മഴ വർദ്ധിച്ചു തുടങ്ങും. ഇനി അടുത്തുള്ള കാലഘട്ടത്തിലെല്ലാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ കാലവർഷത്തിൽ നമ്മൾ പണ്ട് പരിചയിച്ചു വന്ന കാലവർഷത്തിൽ പെയ്തുകൊണ്ടിരുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ പെയ്ത് മാറുന്ന മഴ ഈ മേഖലകളിലെല്ലാം പ്രതീക്ഷിക്കണം. അതെ, മഴയ്ക്കൊരു ചെറിയ ഇടവേള, അതായത് താങ്കൾ പറയുന്ന മഴയ്ക്കൊരു ചെറിയ ഇടവേള ഈ മൺസൂൺ കാലഘട്ടത്തിൽ വരും, വീണ്ടും മഴ തുടങ്ങും, അങ്ങനെ ഘട്ടം ഘട്ടമായി അല്ലേ?
അതെ അതെ അങ്ങനെയാണ്. കാരണം ഈ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ നമുക്കറിയാം ജൂൺ 21, 22 തീയതികളിലാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യത്തിന്റെ തുടക്കമാവുന്നത്. ആ ശൈത്യത്തിന്റെ തുടക്കം ഇവിടെ വലിയ കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് കാരണമാകും. നമ്മുടെ കേരളത്തിൽ നല്ല മാറ്റമുണ്ടാക്കും. അതിപ്പോ ജൂലൈ ആദ്യത്തെ ആഴ്ചയൊക്കെ ആകുമ്പോൾ നല്ല വ്യത്യാസം വരും, ശൈത്യം കൂടും. അങ്ങനെ വന്നു കഴിയുമ്പോൾ വീണ്ടും മഴയ്ക്കുള്ള സാധ്യത കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴത്തെ ഏകദേശം ഡബിൾ മഴ നമുക്ക് ആ സമയങ്ങളിൽ പ്രതീക്ഷിക്കണം. പക്ഷെ തുടർച്ചയായ മഴയല്ല. ശരി. ഞാനിപ്പോഴും പറയാം, കഴിഞ്ഞ കൊല്ലം നമുക്കുണ്ടായ അബദ്ധം എന്ന് പറയുന്നത് നമുക്ക് കാറ്റില്ല. കാരണം കടലും കരയും ഏകദേശം 1-2 ഡിഗ്രി വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് കാറ്റില്ലായിരുന്നു നമുക്ക്. ഇത്തവണ കാറ്റുള്ളത് കൊണ്ട് ഈ മേഘങ്ങളെല്ലാം ഭാഗ്യവശാൽ മലമ്പ്രദേശങ്ങളിലേക്കും പരന്ന് കേരളം ആകെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥലത്ത് തടഞ്ഞു നിന്നുള്ള ആ മഴ, ശക്തമായ മഴ, 10, 20, 30 സെന്റിമീറ്റർ ഒരു ദിവസം കൊണ്ട് പെയ്യുന്ന മഴ ഉണ്ടാകത്തില്ലായിരിക്കാം. പക്ഷേ നമുക്കറിയില്ല. കാരണം ഈ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഒരു ഗ്യാപ്പ് വരുമ്പോൾ എപ്പോഴും നമ്മൾ ഭയക്കണം. ഒരു 10 ദിവസത്തെ ഗ്യാപ്പ് വരികയാണെങ്കിൽ നമ്മൾ ഭയക്കണം. കാരണം പിന്നീട് ഉണ്ടാകുന്ന ഒരു കാറ്റുണ്ടാകുകയാണെങ്കിൽ ഈ മേഘങ്ങൾ ഈ മലമ്പ്രദേശങ്ങളിൽ പോയി തങ്ങി നിന്ന് വലിയ മഴയ്ക്ക് കാരണമാകും. ഇപ്പൊ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് അത്. കഴിഞ്ഞ കൊല്ലം ഉണ്ടായി, ജൂലൈയിൽ അറിയാമല്ലോ, ജൂലൈയിൽ അവസാനം ഉണ്ടായ ആ പ്രതിഭാസം അറിയാമല്ലോ. അപ്പൊ നമ്മൾ ഇത്രയും വിവരങ്ങൾ നമുക്കുള്ള സ്ഥിതിക്ക് നല്ല വിജിൽ നമ്മൾ വെക്കണം, നല്ല ശ്രദ്ധ നമ്മൾ ഇതിൽ വെക്കണം. ഈ ഗ്യാപ്പ് വരുന്ന സമയത്ത് കാലാവസ്ഥാ വകുപ്പും മറ്റ് ഏജൻസികളും എല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എവിടെയാണ് മേഘങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കണം. അല്ലാതെ സാധാരണ കാഷ്വലായിട്ട് പോയാൽ പോരാ. അതായത് അവിടെ കുറച്ച് അങ്ങനല്ല. ഇത് മേഘങ്ങൾ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്ന എവിടെയെന്ന് നിശ്ചിതമായിട്ട് പരിശോധിക്കണം. പ്രത്യേകിച്ച് ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ആഘാതം ഒഴിവാക്കാൻ സാധിക്കും. മഴ പെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ ഒരു കാരണവശാലും സാധിക്കും.